വീണ്ടും മലയാളം GST യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുകയാണെന്നത് നമുക്കറിയാം കോവിഡിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇളവുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റിട്ടേണിലും ഇൻട്രസ്റ്റിലും പിന്നെ ലേറ്റ് ഫീലൊക്കെയുള്ള ഇളവുകളെ പറ്റിയിട്ട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ കുറേ ആളുകൾ ആവശ്യപ്പെട്ടു ഇൻപുട്ട് ടാക്സിനെ പറ്റിയിട്ട് എന്താണ് പുതിയ എന്തെങ്കിലും റിലാക്സേഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനുള്ള റൂളിൽ എന്തെങ്കിലും റിലാക്സേഷൻ ഉണ്ടോ അഥവാ അത് ഒഴിവാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് റൂൾ 36(4) ഭാഗമായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് റിലാക്സേഷൻ ഒഴിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതിനുമുമ്പ് എന്താണ് 36(4) എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തൽ കൂടി ആകട്ടെ ഇന്നത്തെ ക്ലാസ്. നമുക്കറിയാം ഈ റൂൾ 36(4) ഈ റൂൾ 36(4) എന്താണ് റൂൾ 36(4) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻപുട്ട് ടാക്സ് എടുക്കുന്നതിലേക്ക് ഉള്ള ചില നിബന്ധനകളാണ്. ഒരു വ്യാപാരി B2B പർച്ചേസിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റ് ഇൻപുട്ട് ടാക്സുകൾ എടുക്കുന്നതിലേക്കുള്ള B2B പർച്ചേസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻപുട്ട് ടാക്സ് എടുക്കുന്നതിലേക്ക് ഒരുപാട് ഇൻപുട്ട് ടാക്സുകൾക്ക് അറിയാം. B2B പർച്ചേസിൻ്റെ ഭാഗമല്ലാത്ത ഇൻപുട്ട് ടാക്സുകളുണ്ട്. ഇമ്പോർട്ട് ഇൻപുട്ട്, റിവേഴ്സ് ചാർജ് ഇൻപുട്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ B2B പർച്ചേസിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് വരുന്ന ഇൻപുട്ട് ടാക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 36(4) ചർച്ച ചെയ്യുന്നത്. 36(4) നമുക്കറിയാം അത് ഒരു റെസ്ട്രിക്ഷനാണ്. ചില ഇൻപുട്ട് ടാക്സ് എടുക്കുന്നതിൽ ഇന്ന ഇൻപുട്ട് ടാക്സ് ഇതുവരെ എടുക്കാം എന്നുള്ള റെസ്ട്രിക്ഷൻ കൊടുക്കുന്ന റൂളാണ്, പുതുതായിട്ട് കൊണ്ടുവന്ന റൂളാണ് 36(4) എന്ന് പറയുന്നത്. അപ്പോൾ അത് 3Wheel ഇൻപുട്ട് ടാക്സ് നമുക്ക് ഫ്രീ ടു ടേക്ക് ആയിരുന്നു. നമ്മൾ അതുവരെ ഈ 36(4) വരുന്നവരെ മിക്കവാറും വ്യാപാരികൾ അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ എടുക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഉള്ള ഇൻവോയ്സുകൾ വെച്ചിട്ട് ആ ഇൻവോയ്സുകളെല്ലാം കൂട്ടി നോക്കിയിട്ട് ആ സാധനങ്ങൾ ഗുഡ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സർവീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻപുട്ട് വെച്ചിട്ട് അവർക്ക് അവൈലബിൾ, പ്രത്യേകിച്ച് ഇന്നെലിജിബിൾ ക്രെഡിറ്റ് എല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് അവർ സ്വയമേവ 3Bയിലെ ടാബ് 4 ക്ലെയിം ചെയ്തെടുക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ഒരു സിസ്റ്റം ഒരുപാട് നികുതി വെട്ടിപ്പുകൾക്കും ഇൻപുട്ട് ടാക്സ് വെട്ടിപ്പുകൾക്കും ഇടവരുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന പുതിയൊരു റൂളാണ് 36(4). ഒരുപാട് ഇൻപുട്ട് ടാക്സ് വെട്ടിപ്പുകൾ നമുക്ക് പിടിച്ചതായിട്ട് നമുക്ക് മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് CBSE അല്ലെങ്കിൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസേഴ്സൊക്കെ ഒരുപാട് ഇൻപുട്ട് ടാക്സ് വെട്ടിപ്പുകൾ പിടിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഇൻപുട്ട് ടാക്സിൽ ഉള്ള ആ വെട്ടിപ്പുകൾ നമ്മൾ ഇവിടെ ഒഴിവാക്കുന്നതിലേക്ക് കൊണ്ടുവന്ന ഒരു നിയമമാണ് ശരിക്കും ഈ 36(4) എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊന്നുകൂടി 36(4) വിശദമായിട്ട് നോക്കാം. അതിൽ ഒരു കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. 36(4) ഒരു കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇന്ന ദിവസം വരെ ഉള്ള അപ്ലോഡ് ചെയ്ത, അതായത് നമുക്കറിയാം ഇൻപുട്ട് ടാക്സ് എടുക്കുന്ന ഒരു സപ്ലയറെ സംബന്ധിച്ചിടത്തോളം സപ്ലയർ ഇയാൾക്കുള്ള സെയിൽസ് ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്യുന്നു. ആ ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്താൽ സ്വാഭാവികമായിട്ടും മറ്റേ റെസിപ്പിയൻറ്റിൻ്റെ 2Wയിൽ അത് കാണാൻ വേണ്ടി പറ്റും. 2Wയിൽ കാണും. ആ 2Wയിൽ കാണുന്നത് ഇയാൾ ഇന്ന് അപ്ലോഡ് ചെയ്തെന്ന് തന്നെ റിയൽ ടൈമായിട്ട് കാണാം. ഫയലിങ്ങിൻ്റെ ഡേറ്റ് വെച്ചിട്ട് കാണാം. അതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്ലോഡഡ് ഉണ്ട്, ഫയൽഡും ഉണ്ട്. അപ്പോൾ റിട്ടേൺ സപ്ലയർ ഫയൽ ചെയ്യുന്നു, ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്യുന്നു, GSTR1 സപ്ലയർ ഫയൽ ചെയ്യുന്നു. ഫയൽ ചെയ്തതിന് ശേഷം മാത്രമുള്ള ഇൻവോയ്സുകൾ മാത്രമേ റെസിപ്പിയൻ്റ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് A എന്നുള്ള സപ്ലയർ B എന്നുള്ള റെസിപ്പിയൻ്റിന് 100 ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുക. ഈ ജനുവരി മാസത്തെ റിട്ടേണാണ്, ജനുവരി മാസത്തെ പർച്ചേസാണ് അവർ ചെയ്തത്. ജനുവരി 2020 പർച്ചേസിൻ്റെ ഭാഗമായിട്ട് ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യുന്നു. ജനുവരി GSTR1 ഫയൽ ചെയ്യേണ്ട ദിവസം ഫെബ്രുവരി 11 അപ്പോൾ ഫെബ്രുവരി 11 അപ്ലോഡ് ചെയ്ത ഇൻവോയ്സുകൾ മാത്രമേ റെസിപ്പിയൻ്റ് ഇൻപുട്ടായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ സാധാരണഗതിയിൽ. പ്ലസ് 10% 20% റിലാക്സേഷനും ഉണ്ട്. അപ്പോൾ ജനുവരിയിലെ ഇൻവോയ്സുകൾ ഫെബ്രുവരി 11 അപ്ലോഡ് ചെയ്ത ഇൻവോയ്സുകൾ ജനുവരിയിലെ 3B അയാൾ ഫെബ്രുവരി 20, 22, 24 അയാളുടെ ഡേറ്റിൽ ഫയൽ ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടി പറ്റും. അത് ഫെബ്രുവരി 20 ഇൻവോയ്സുകളല്ല, ഫെബ്രുവരി 11 ഡേറ്റ് വെച്ചുള്ള ഇൻവോയ്സുകളെ അയാൾക്ക് ജനുവരിയിലെ ഇൻവോയ്സ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൽ ചില മാറ്റങ്ങൾ ഒക്ടോബറിലും ജനുവരി തൊട്ടും വരുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം.
ഇവിടെ രണ്ട് തരം നോട്ടിഫിക്കേഷനാണ് 36(4) ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. 36(4) ബന്ധപ്പെട്ട് ആദ്യം 49/2019 49/2019 ആണ് 9/10/2019 ഇറങ്ങിയ ഒരു നോട്ടിഫിക്കേഷനാണ് ആദ്യമായിട്ടുള്ളത്. ഇവിടെ റൂൾ 36(4)ൻ്റെ ഭാഗമായിട്ട് രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് പ്രധാനമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം GSTR1 വഴിയാണ് ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. GSTR1 വഴി ഇൻവോയ്സിൽ അപ്ലോഡ് അതായത് ഒക്ടോബർ മാസത്തെ GSTR1 ഇൻവോയ്സുകൾ സപ്ലൈ ഇൻവോയ്സുകൾ അയാൾ നവംബർ 11 ഫയൽ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ GSTR1 ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 11. ഒരു സപ്ലയർ ഇയാളുടെ മൊത്തം പർച്ചേസ് 10 ലക്ഷം രൂപയുടെ പർച്ചേസ് ഇയാൾക്കുണ്ടെന്ന് വയ്ക്കുക. 10 ലക്ഷം രൂപയുടെ പർച്ചേസ് ഇയാൾ നടത്തി. പക്ഷേ 10 ലക്ഷം രൂപയുടെ പർച്ചേസിൻ്റെ ഭാഗമായിട്ട് സപ്ലയേഴ്സ് ഇയാളുടെ മൊത്തം സപ്ലയേഴ്സ് എല്ലാവരും കൂടി അപ്ലോഡ് ചെയ്ത ഇൻവോയ്സുകൾ 7 ലക്ഷം മാത്രമാണെന്ന് വയ്ക്കുക. ഇയാൾ പിന്നെ നവംബർ 11 നോക്കി അതുവരെയുള്ള ഇൻവോയ്സുകൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 7 ലക്ഷം രൂപയുടെ ഇൻവോയ്സുകൾ മാത്രമാണ് ഇയാൾ റിക്കൺസിൽ ചെയ്തപ്പോൾ കണ്ടെങ്കിൽ ഇയാൾക്ക് ഒക്ടോബർ മാസത്തെ 3Bയിൽ എടുക്കാൻ പറ്റുന്ന ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് 7 ലക്ഷം എടുക്കാം പൂർണ്ണമായിട്ട്. അതായത് ഒക്ടോബർ മാസത്തെ 3B ആൾ നവംബർ 20 ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ 20 ശേഷമായിരിക്കും ഫയൽ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നവംബർ 11 ശേഷമാണ് അയാൾ റിക്കൺസ് ചെയ്തിട്ട് ഫയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നവംബർ 20 ശേഷം 22 ശേഷമൊക്കെ ഫയൽ ചെയ്യുമ്പോൾ ഇയാൾ ഒക്ടോബർ മാസത്തെ 7 ലക്ഷം രൂപ ഉള്ള ഇൻവോയ്സിൽ മൊത്തമായിട്ട് IPT എടുക്കാം, പ്ലസ് 20% അധികം എടുക്കാം. അതായത് 7 ലക്ഷത്തിൻ്റെ 20% എന്ന് പറയുമ്പോൾ ഏകദേശം 1,40,000 രൂപ വരും. അപ്പോൾ 1,40,000 കൂടെ എടുക്കാം. 8,40,000 രൂപ അയാൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മൊത്തം അയാൾക്ക് എടുക്കാവുന്ന തുക എന്ന് പറയുന്നത് 8,40,000 മാത്രം. ബാക്കി 1,60,000 കിട്ടും. എപ്പോൾ സപ്ലയേഴ്സ് പിന്നീട് എപ്പോഴെങ്കിലും അയാൾ ആ ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ആ IPT ഇയാൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ 7നെ 1.2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 ലക്ഷത്തിന്, അതായത് 20% അധികം എന്നുള്ളതിലേക്ക് 7 × 1.2 840 കിട്ടും. 840 കിട്ടിക്കഴിഞ്ഞാൽ 840 മാത്രമാണ് ആ മാസത്തെ 3Bയിൽ അയാൾ എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടത് ഈ സപ്ലയർ 11 അടുത്ത മാസം, ഇപ്പോൾ ഒക്ടോബർ ആണെങ്കിൽ നവംബർ 11 അല്ലെങ്കിൽ സബ്സിക്വൻ്റ് ഏതാണ് മാസം അത് റിക്കൺസിൽ ചെയ്യുക. എത്ര IPT എന്ന് നോക്കുക. IPT പ്ലസ് അലോവബിൾ പെർസെൻറ്റേജ് അധികം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു നോട്ടിഫിക്കേഷൻ. ഇത് വന്നത് 9/10/2019 ഇറങ്ങിയത്. അപ്പോൾ 9/10/2019 തൊട്ട് തന്നെ അതിൻ്റെ എഫക്റ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നീട് ഒരു നോട്ടിഫിക്കേഷൻ GST കൗൺസിൽ ജസ്റ്റ് ഒന്ന് അമെൻഡ് ചെയ്തു. ആ ഒരു റൂൾ 36(4) ചെറുതായിട്ടൊന്ന് അമെൻഡ് ചെയ്തു. അത് നോട്ടിഫിക്കേഷൻ നമ്പർ 75/2019, അതായത് 26/12/2019 ഇറക്കിയത്. അതിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ 20% കുറച്ച് 10% മാത്രമാക്കി, കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കി. അപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് അല്ല എന്ന് തോന്നിയുണ്ടോ എന്താണെന്നറിയില്ല, കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കി. അപ്പോൾ നമുക്ക് എടുക്കാവുന്ന എലിജിബിലിറ്റി കുറഞ്ഞു. എത്രത്തിൽ ഇപ്പോൾ നമ്മളിവിടെ നോക്കുക, അപ്പോൾ അതിന് എഫക്റ്റീവ് ഡേറ്റ് കൊടുത്തത് 1/1/2020 ആണ്. 26/12 അല്ല, 1/1/2020 ശേഷം ഫയൽ ചെയ്യുന്ന റിട്ടേണുകൾക്കെല്ലാം, പഴയ റിട്ടേൺ ആയാലും പുതിയ റിട്ടേൺ ആയാലും, ഉദാഹരണമായിട്ട് 1/1/2020 നമ്മൾ ജനുവരി മാസത്തെ അല്ല, പഴയ റിട്ടേണുകൾക്കും അത് ബാധകമാണ്. അപ്പോൾ അങ്ങനെ റിട്ടേൺ 1/1/2020 ഫയൽ ചെയ്യേണ്ട ആ റിട്ടേണുകൾക്കെല്ലാം തന്നെ ഇത് 10% കുറച്ചു. നേരത്തെ ഈ 36(4) ചെറിയൊരു അമെൻമെൻറ്റ് വരുത്തി. അപ്പോൾ അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം നേരത്തെ കേസ് പറയുകയാണെങ്കിൽ 7 ലക്ഷം രൂപയുടെ പർച്ചേസ് 2Aയിൽ 7 ലക്ഷം രൂപയാണ് വന്ന കേസ്, 10 ലക്ഷം രൂപയുടെ പർച്ചേസാണുള്ളത്. അപ്പോൾ 7 ലക്ഷത്തിന് നമ്മൾ 10% 70,000 കൂടി കിട്ടും. അങ്ങനെ 7,70,000 വന്നു. നേരത്തെ 8,40,000 എടുക്കായിരുന്നു, ഇപ്പോൾ 7,70,000 ആക്കി കുറച്ചു. അപ്പോൾ 7 × 1.1 എടുത്തു കഴിഞ്ഞാൽ ആ ഫിഗർ കിട്ടും. ഇതാണ് നോട്ടിഫിക്കേഷൻ 36(4) പറ്റിയിട്ട് റൂളിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഈ റൂളിൻ്റെ കുറച്ചും കൂടി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 36(4) കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം. അതായത് എങ്ങനെയാണ് 36(4) കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻട്രി ചെയ്യേണ്ടത്, കൂടുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ EAയിൽ പറയുന്നത് കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ ഇൻവോയ്സ് എലിജിബിൾ ഫോർ ക്രെഡിറ്റ്, അതായത് 20% 10% എലിജിബിൾ ക്രെഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിചാരിക്കും എല്ലാ ഇൻവോയ്സിലും എടുക്കാൻ പറ്റും, എല്ലാ ഇൻവോയ്സുകളും എലിജിബിൾ ആയിക്കൊള്ളുന്നില്ല. ഒരുപക്ഷെ നമ്മളെ ടാക്സബിൾ സപ്ലൈ ആയിട്ട് ബന്ധപ്പെടാത്ത പർച്ചേസുകളാകാം, അല്ലെങ്കിൽ ഇന്നെലിജിബിൾ ക്രെഡിറ്റ് ഉള്ളതാകാം. അതെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഇൻവോയ്സുകളാണ് നമ്മുടെ എലിജിബിൾ ക്രെഡിറ്റ്. ആ എലിജിബിൾ ക്രെഡിറ്റിൻ്റെ പ്ലസ് 10 or 20 ബെറ്റർ മേ ബി അതാണ് എടുക്കേണ്ടത്. ആദ്യം ആണെങ്കിൽ 20, പിന്നീടാണെങ്കിൽ 10. അപ്പോൾ എലിജിബിൾ ക്രെഡിറ്റ് ആദ്യം കണക്കാക്കണം.
അത് കണക്കാക്കിയിട്ട് അതിൽ എത്ര ഇൻവോയ്സുകൾ 2Aയിൽ വന്നു നോക്കണം. ആ 2Aയിൽ വന്ന ഇൻവോയ്സുകൾ +20 ഓർ +10 ഇതാണ് അതിനകത്ത് പറയുള്ളത്. പിന്നെ ഇൻവോയ്സും ഡെബിറ്റ് നോട്ടിലും ആ ഒരു പിന്നെ എന്താണ് അതിൽ റെസ്ട്രിക്ഷൻ അവൈലബിൾ ആണ്. അതായത് റെസ്ട്രിക്ഷൻ വന്ന് ഇൻവോയ്സ് ലഭിച്ച് ക്രെഡിറ്റ് അവൈൽഡ് ആഫ്റ്റർ 9/10/2019 ശേഷം മാത്രമേ അതിനകത്ത് ആ ഒരു ബാധകമായിട്ട് വരുന്നുള്ളൂ. അതിന് മുമ്പുള്ളതിന് നമുക്ക് പഴയ പോലെ തന്നെ ബെസ്റ്റ് ഇതിൽ നമ്മൾ കാൽക്കുലേഷനിൽ എടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്നുള്ളതാണ് അത് മൂന്നാമത്തെ. ഇതിൻ്റെ കൂടെ ഇല്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. കാരണം ഈ റെസ്ട്രിക്ഷൻ എന്നുള്ളത് നമ്മുടെ സെൽഫ് കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ട സംഗതിയാണ്. അല്ലാതെ ഇത് പോർട്ടലിൽ കൃത്യമായിട്ട് ഇത് വരില്ല. പോർട്ടലിൽ നമ്മൾ 2Aയിലുള്ളത് എന്നിട്ട് നമ്മൾ തന്നെ സ്വയമേവ കാൽക്കുലേറ്റ് ചെയ്ത് സ്വയമേവ കൂട്ടിയിട്ട് വേണം നമ്മൾ 3Bയിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇൻവോയ്സുകൾ നമ്മൾ എല്ലാ ഇൻവോയ്സുകൾക്കും ഇത് ബാധകമാണോ? അല്ല. ഇത് നമ്മളെ സംബന്ധിച്ച് 37(1) പ്രകാരമുള്ള ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് പ്രശ്നമുള്ളൂ. അതേസമയത്ത് നമ്മൾ ഇമ്പോർട്ട് പർച്ചേസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള IST അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഇതിനൊക്കെ ഉള്ള ഭാഗമായിട്ട് വരുന്ന IPTകൾ ഈ 36(4) ബാധകമല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ നമ്മൾ തന്നെ എടുക്കുന്ന IPTകളാണ്. അത് നമുക്ക് തന്നെ പ്രത്യേകിച്ച് ISD IPT അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ഇൻവോയ്സുകൾ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് എടുക്കാം. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ITC ഒക്കെ നമ്മൾ തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാം. അത് ഇതിൻ്റെ 36ൻ്റെ പരിവിൻ്റെ പുറത്ത് എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് B2B പർച്ചേസാണ് ഇതിൽ പ്രധാനമായിട്ട് അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലുണ്ടായിരിക്കുക. കാരണം B2B പർച്ചേസിലാണ് ഒരുപാട് നികുതി വെട്ടിപ്പുകൾ പ്രത്യേകിച്ച് IPT വെട്ടിപ്പുകൾ നടന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ റൂൾ തന്നെ കൊണ്ടുവരാൻ കാരണം. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ ഇൻറ്റൻഷൻ നമ്മളെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇനി ഇത് നമ്മളുടെ സപ്ലയർ വൈസ് അല്ല. ഓരോ സപ്ലയർ എടുത്തിട്ട് അയാൾ എത്ര 80Aയിൽ ഇത്ര വന്നു, അയാൾ മറ്റേ 2Aയിൽ ഇത്ര വന്നു, ഇന്ന സപ്ലയർ 2Aയിൽ ഇത്ര അങ്ങനെ നോക്കണ്ട. ഇതൊരു കൺസോളിഡേറ്റ് ചെയ്ത് നോക്കിയാൽ ഉദാഹരണമായിട്ട് ഒരു സപ്ലയർ എല്ലാ ഇൻവോയ്സുകളും അപ്ലോഡ് ചെയ്തു, മറ്റൊരു സപ്ലയർ 60% അപ്ലോഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ IPT to be claimed 10 ലക്ഷം, ടോട്ടൽ IPT ആസ് പെർ 2A ഇറസ്പെക്റ്റീവ്. അതായത് നമ്മൾ സപ്ലയറെ നോക്കേണ്ട കാര്യമില്ല, ഇത്ര 7 ലക്ഷം ഓക്കെ പ്ലസ് അങ്ങനെ ആ ഒരു സിസ്റ്റത്തിൽ മാത്രം എടുത്താൽ വേണ്ടി മതി. അപ്പോൾ അതാണ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്ലയർ വൈസ് അല്ല, നമ്മൾ കൺസോളിഡേറ്റഡ് ക്യുമുലേറ്റീവ് വൈസാണ് നോക്കുക. റെസ്ട്രിക്ഷൻ GST വെച്ചിട്ട് അത് ഇതിൽ ഡേറ്റിന് പ്രാധാന്യമുണ്ട്. ഡേറ്റ് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 11th എന്നുള്ള ഡേറ്റാണ് GSTR 1 ഫയൽ ചെയ്യേണ്ട ഡേറ്റ്. അപ്പോൾ GSTR 1 ഫയൽ ചെയ്യേണ്ട ഡേറ്റ് ഫയലിംഗ് ചെയ്യാതെ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്ന് കൂടി നോക്കുക. വെറുതെ സബ്മിറ്റ് ചെയ്താൽ കിട്ടില്ല. ഫയലിംഗ് ഡേറ്റിന് 11th ഡേറ്റ് കട്ട് ഓഫ് ഡേറ്റാണ്. ആ കട്ട് ഓഫ് ഡേറ്റിന് ഒരു പ്രാധാന്യമുണ്ട്. എല്ലാ മാസവും 11th കട്ട് ഓഫ് ഡേറ്റിന് പ്രാധാന്യമുണ്ട്. പിന്നെ നമ്മൾ അടുത്ത മാസങ്ങളിലൊക്കെ നമുക്ക് ബാക്കിയുള്ള ഇൻവോയ്സിൽ എന്നാണോ സപ്ലയർ അപ്ലോഡ് ചെയ്യുന്നത് അതിന് മുറയ്ക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. സബ്ജക്റ്റഡ് ടു സെപ്റ്റംബർ റിട്ടേൺ എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതായത് നെക്സ്റ്റ് ഇയറിലെ സെപ്റ്റംബർ റിട്ടേൺ വരെയാണ് നമ്മൾ ITC ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നും കൂടെ ഇവിടെ ഓർക്കുക. അതും അതിനകത്ത് പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുക മാർച്ച് വരെയുള്ള റിട്ടേൺ സെപ്റ്റംബറിനുള്ളിലെങ്കിലും സപ്ലയർ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. മാർച്ച് ഇപ്പോൾ ഉദാഹരണമായിട്ട് 19-20 റിട്ടേണുകൾ അല്ലെ 18-19 റിട്ടേണുകൾ 2019 സെപ്റ്റംബറിൽ 2019-20 റിട്ടേണുകൾ 2020 സെപ്റ്റംബറിനുള്ളിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ 36(4) പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ കോവിഡിൽ 36(4) എന്ത് സംഭവിക്കും? ഇതാണ് പലരും സംശയം. ഈ നേരത്തെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേർക്ക് അറിയാം, പലരും ചെയ്തു വരുന്നതാണ്. ഈ 36(4) കോവിഡ് കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും? അതാണ് പ്രശ്നം. 36(4) എന്നെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെ റിട്ടേണുകൾ നമുക്ക് ഒരു റിലാക്സേഷൻ കൊടുത്തിരിക്കുകയാണ്. ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ 3B ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ 2A കമ്പാരിസൺ 36(4) കമ്പാരിസൺ നടത്താൻ നിർബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിർബന്ധമില്ല. നേരത്തെ പോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഇൻവോയ്സുകൾ വെച്ചിട്ട് നിങ്ങൾ ഓരോ മാസവും നിങ്ങളുടെ കയ്യിൽ എത്ര ഇൻവോയ്സ് ഗുഡ്സ് സപ്ലൈ റിസീവ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ 36(4) നോക്കാതെ തന്നെ എത്രയാണോ ഇൻവോയ്സുകൾ നിങ്ങളുടെ കയ്യിലുള്ള ഇൻവോയ്സുകളും ഗുഡ്സ് റിസീവിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്ത് പോവാം. ഏതുവരെ? ഓഗസ്റ്റ് 2020 വരെ പോവാം. അതിന് ഒരു തടസ്സമില്ല. അത് നിങ്ങൾക്ക് അത് ഒരു റിലാക്സേഷൻ കോവിഡ് കാലഘട്ടത്തിൽ ഈ 36(4) കുറച്ചൊന്ന് മാറ്റി റിലാക്സ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ അതുകൊണ്ടുള്ള ഗുണോ ദോഷമോ അത് നമുക്ക് വരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് കുറച്ച് റിലാക്സേഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും സപ്ലയർ ചിലപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരിക്കും സപ്ലയർ ക്വാറന്റൈനിലായിരിക്കും, അല്ലെങ്കിൽ ലോക്ക്ഡൗണിൽ ഭാഗമായിട്ട് റിട്ടേൺ ഫയൽ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സപ്ലയറുടെ GST-R1 ഫയലിംഗ് സ്റ്റാറ്റസ് നിങ്ങൾ നോക്കേണ്ട. നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രകാരം നിങ്ങൾ 2A നോക്കാതെ എല്ലാ IPTകളും ഓഗസ്റ്റ് വരെ ക്ലെയിം ചെയ്യുക. എന്നിട്ട് ഓഗസ്റ്റ് വരെ ക്ലെയിം ചെയ്തിട്ട് ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 3B വരെ. അപ്പോൾ ഇനി സെപ്റ്റംബർ 3B മാത്രം പെൻഡിങ് വയ്ക്കുക. സെപ്റ്റംബർ 3B ഒക്ടോബർ 11 ശേഷമാണ് ഫയൽ ചെയ്യാൻ വയ്ക്കുക. ഒക്ടോബർ 20 ഫയൽ ചെയ്യുക. അപ്പോൾ ഒക്ടോബർ 11 വരെ എല്ലാ ഇൻവോയ്സുകളും കൂട്ടി നോക്കുക. എല്ലാ ഇൻവോയ്സുകളും കൂട്ടി നോക്കി ഇത് റിക്കൺസിൽ ചെയ്യുക. ഒക്ടോബർ 11 വരെ എത്ര ഇൻവോയ്സുകൾ നിങ്ങൾ കിട്ടി, അതിൽ ഈ ഓഗസ്റ്റ് വരെ എത്ര ക്ലെയിം ചെയ്തു, ബാക്കി കൂടുതലാണോ കുറവാണോ നോക്കുക. കൂടുതലാണെങ്കിൽ ITC എടുത്തത് കൂടുതലാണെങ്കിൽ ഇൻക്ലൂഡിങ് സെപ്റ്റംബർ ഉൾപ്പെടെ കൂട്ടണം. സെപ്റ്റംബർ ഉൾപ്പെടെ ഒക്ടോബർ 11 കൂട്ടി ഓഗസ്റ്റ് വരെ എടുത്ത് കൂട്ടി. കൂടുതലാണെങ്കിൽ തിരിച്ചടയ്ക്കണം, കുറവാണെങ്കിൽ അത് ബാക്കി എത്രയാണെന്ന് വെച്ചാൽ അത് ക്ലെയിം ചെയ്യുക. അങ്ങനെയാണ് ആ ഒരു റിക്കൺസിലിയേഷൻ, ആ ഒരു റിലാക്സേഷൻ മാത്രമാണ് പുതിയ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് 30/2020 എന്നുള്ള നോട്ടിഫിക്കേഷനാണ് 3/4/2020 വന്നിട്ടുള്ളത്. അതിലാണ് പ്രൊവൈഡ് ദാറ്റ് അതിലൊരു ചെറിയ ആ 36(4) ചെറിയൊരു ഒരു ക്ലോസും കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. പ്രൊവിസോ cumulatively on the period of March, April, May, June, July, August, and the return for the tax period of September shall be furnished with the cumulative adjustment of input tax credit on the said months in accordance with the conditions above. അതായത് ഇങ്ങനെ ക്ലെയിം ചെയ്തത് തീർച്ചയായിട്ടും സെപ്റ്റംബറിൽ റിക്കൺസിൽ ചെയ്തിട്ട് കമ്മ്യൂലേറ്റീവായിട്ട് റിക്കൺസ് ചെയ്യണം. ക്യുമുലേറ്റീവായി റിക്കൺസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെ പ്ലസ് സെപ്റ്റംബറിൽ കിട്ടേണ്ടത് കൂടെ ക്യുമുലേറ്റീവ് ക്ലെയിം ചെയ്തതിന് ശേഷം ബാക്കി കൂടുതലോ കുറവോ എന്ന് കണ്ടെത്തുക. കൂടുതലാണെങ്കിൽ നമ്മൾ റിവേഴ്സ് ചെയ്യുക, കുറവാണെങ്കിൽ ബാക്കി ക്ലെയിം ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതാണ് ആ റിലാക്സേഷൻ. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള 36(4) റിലാക്സ് ചെയ്തിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതൊരു കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 36(4) വിത്ഡ്രോ ചെയ്തതല്ല, ഒരു റിലാക്സേഷൻ മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓൺലി റിലാക്സേഷൻ ഓഫ് ടാക്സ് പെയർ, അതായത് ലോക്ക്ഡൗൺ പീരീഡിൽ ഓഗസ്റ്റ് വരെ ഒരു റിലാക്സേഷൻ, അതായത് സപ്ലയർ GST-R1 ഫയൽ ചെയ്യില്ല എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ റിലാക്സേഷനാണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെപ്റ്റംബർ റിക്കൺസിൽ ചെയ്യേണ്ട ഒരു ബാധ്യത കൂടെ അതിനകത്തുണ്ട്. പിന്നെ അപ്ലോഡ് ഇൻവോയ്സസ് സപ്ലൈ ത്രൂ GST ടു upto 11th of October. പിന്നെ 11th of October നമ്മൾ ആക്ച്വൽ റിക്കൺസിലേഷൻ നടത്തുന്നത്. 11th of October റിക്കൺസ് ചെയ്യുക. അത് ക്യുമുലേറ്റീവ് ബേസിസിൽ നമ്മൾ ഫെബ്രുവരി ടു സെപ്റ്റംബർ റിക്കൺസ് ചെയ്യുക. സെപ്റ്റംബർ മാസം റിട്ടേണിൽ ബാക്കി എക്സസ് ഉണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കി ക്ലെയിം ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ നോക്കാം. ഒരു എക്സാമ്പിൾ 1, 2, 3 3 എക്സാമ്പിൾ ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ ഒരു ഡീലർ പിന്നെ ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള അയാളുടെ കണക്കാണ് നമ്മുടെ ഫയൽ ചെയ്യുന്ന കണക്കാണ്. അപ്പോൾ ഫെബ്രുവരി ഓഗസ്റ്റ് വരെ ഇയാൾക്ക് ഓരോ മാസം അയാൾ ആദ്യത്തെ കോളത്തിൽ 100 ഇൻവോയ്സ് ഉണ്ട്. 20 ലക്ഷത്തിൻ്റെ IPT വരുന്ന 100 ഇൻവോയ്സ് ഉണ്ട്. അപ്പോൾ അത് ആ 20 ലക്ഷം തന്നെ അയാൾ ഇവിടെ ക്ലെയിം ചെയ്യാണ്. ഇവിടെ ആദ്യത്തെ ഫെബ്രുവരി മാസം 3Bയിൽ അയാൾ 20 ലക്ഷം തന്നെ ക്ലെയിം ചെയ്തു. മാർച്ച് മാസം 15 ലക്ഷം IPT ഉണ്ടായിരുന്നു, പർച്ചേസ് ഉണ്ടായിരുന്നു. അയാൾ 2A നോക്കാതെ തന്നെ 15 ലക്ഷം ക്ലെയിം ചെയ്തു. അങ്ങനെ 20 ലക്ഷം. ഏപ്രിൽ മാസത്തിൽ 5 ലക്ഷം തന്നെ ക്ലെയിം ചെയ്തു. മെയ് മാസം 8 ലക്ഷം തന്നെ ക്ലെയിം ചെയ്തു. ജൂൺ മാസം 7 തന്നെ ക്ലെയിം ചെയ്തു. അങ്ങനെ ജൂലൈ 5 തന്നെ ക്ലെയിം ചെയ്തു. ഓഗസ്റ്റ് 12 തന്നെ ക്ലെയിം ചെയ്തു. ഇങ്ങനെ ക്ലെയിം ചെയ്തതിന് ശേഷം ഓഗസ്റ്റ് കഴിഞ്ഞു. സെപ്റ്റംബർ എത്തി. സെപ്റ്റംബർ റിട്ടേൺ ചെയ്യേണ്ട സമയമായ ഒക്ടോബർ 11 കഴിഞ്ഞു. ഒക്ടോബർ 11 അയാൾ റിക്കൺസിൽ ചെയ്യാണ്. ഒക്ടോബർ 11 റിക്കൺസിൽ ചെയ്യുമ്പോൾ അയാൾ നോക്കിയപ്പോൾ മൊത്തം ഈ ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള ആകെ 74 ലക്ഷം മാത്രമാണ് വന്നിട്ടുള്ളത്. ഇയാൾ ഓൾറെഡി ഇവിടെ പിന്നെ 80 ലക്ഷം കിട്ടേണ്ട സ്ഥാനത്ത് 74 ലക്ഷമായി വന്നിട്ടുള്ളൂ. പക്ഷേ ഇത് 8 ലക്ഷം അയാൾ ക്ലെയിം ചെയ്തിട്ടില്ല, റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകണേ ഉള്ളൂ. ഇതുവരെയാണ് അയാൾ ക്ലെയിം ചെയ്തത്. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ 8 ക്ലെയിം ചെയ്തിട്ടില്ല. ബാക്കി 72 ലക്ഷത്തോളം അയാൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 350 ഇൻവോയ്സിൽ അയാൾക്ക് 74 ലക്ഷമാണ് വന്നുള്ളത്. ഇയാൾക്ക് കിട്ടേണ്ടതായിട്ട് 80 ലക്ഷം. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ ഫോർമുല എടുക്കുന്നു, 1.1 എന്നുള്ള ഫോർമുല എടുക്കുന്നു. ആ 1.1 ഫോർമുല എടുക്കുമ്പോൾ 74നെ 1.1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 81.4 ലക്ഷം എന്നുള്ള ഒരു സങ്കല്പം വരും കേട്ടോ. 1.1 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 81.40 ലക്ഷം ഇയാൾക്ക് ക്ലെയിം ചെയ്യാം. ഇയാൾക്ക് 80 കിട്ടുന്നുണ്ട്, പക്ഷേ 81.40 ഇയാൾക്ക് ക്ലെയിം ചെയ്യാം. കാരണം 74ൻ്റെ 1.1 10% അധികം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അയാളെ സംബന്ധിച്ച് പേടിക്കാനില്ല. കാരണം
എന്താണ് ഇവിടെ 74 ക്ലെയിം ചെയ്തുള്ളൂ. ബാക്കി എത്രയാണെന്ന് വെച്ചാൽ അയാൾക്ക് 81 വരെ ക്ലെയിം ചെയ്യുക. അതുകൊണ്ട് തന്നെ 80 അയാൾ ക്ലെയിം ചെയ്യുന്നു. സംഗതി പ്രശ്നം തീർക്കുന്നു. ഒരു കുഴപ്പമില്ല. കാരണം 81 ലക്ഷം വരെ അയാൾക്ക് ക്ലെയിം ചെയ്യാനുള്ള അർഹതയുണ്ട്. അയാൾ 80 അയാൾക്കുള്ളൂ, 80 അയാൾ ക്ലെയിം ചെയ്യുന്നു. ഓക്കെ. ഇനി എക്സാമ്പിൾ 2, 3 കണ്ടാൽ കുറച്ചും കൂടി അത് ക്ലാരിറ്റി ഉണ്ടാവും. എക്സാമ്പിൾ 2ൽ ഇതേ കേസ് തന്നെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു, ഇവിടെ ഇയാൾ ക്ലെയിം ചെയ്ത് എമൗണ്ടിൽ മാറ്റില്ല. ക്ലെയിം ചെയ്ത എമൗണ്ട് 72 ലക്ഷമാണ്. അതിൽ മാറ്റില്ല. ഇയാൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ കോളത്തിൽ ചെറിയൊരു മാറ്റം വരും. ഈ കോളത്തിൽ അവസാനത്തെ സെപ്റ്റംബർ മാസത്തെ കോളം എന്നാണ് അടുത്ത ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നുകൂടി കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 72 ലക്ഷം ഓൾറെഡി ക്ലെയിംഡ് ആണ്. ഇവിടെ 72 ലക്ഷം ഓൾറെഡി ക്ലെയിംഡ് ആണ്. ഈ 72 ലക്ഷം ഓൾറെഡി ക്ലെയിമിൽ ഇവിടെ നോക്കുക, ഇവിടെ 67 ലക്ഷമേ വന്നുള്ളൂ. അത് സെപ്റ്റംബർ റിക്കൺസിൽ ചെയ്തപ്പോൾ 67 ലക്ഷം മാത്രമാണ് വന്നത്. അപ്പോൾ ഈ 67 ലക്ഷം മാത്രമായതുകൊണ്ട് ഇയാൾ ഫോർമുല എടുക്കുന്നു. ഫോർമുല എടുത്ത് 67 × 1.1 ഉണ്ട്, 1.1 ആണ് എടുക്കുമ്പോൾ അപ്പോൾ 73.70 മാത്രം വരുന്നുള്ളൂ. 73 ലക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ 73.70 ആയതുകൊണ്ട് ഇയാൾക്ക് ഓഗസ്റ്റ് വരെ ഇയാൾക്ക് ക്ലെയിം ചെയ്യാൻ അർഹതയുള്ള, സെപ്റ്റംബർ വരെ ക്ലെയിം ചെയ്യാൻ അർഹതയുള്ളത് 73.70. അത് 67 ലക്ഷം 12 വന്നു പ്ലസ് 10%. അപ്പോൾ 73.70. ഈ 73.70 ആണ് മൊത്തം സെപ്റ്റംബർ വരെ അയാൾ ക്ലെയിം ചെയ്യാൻ അർഹതയുള്ളൂ. അപ്പോൾ ഓഗസ്റ്റ് വരെ അയാൾ 72 ഓൾറെഡി ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി അയാൾക്ക് 73.70 72 കഴിച്ചാൽ 1.7 ലക്ഷം, 1,70,000 മാത്രമേ അയാൾക്ക് സെപ്റ്റംബറിലെ IPT ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് അർഹതയുള്ളൂ. ബാക്കി അയാൾക്ക് പറഞ്ഞ 73.7 കഴിഞ്ഞ് ബാക്കി എത്ര, 80 ലക്ഷത്തിൽ ബാക്കി 6.3 ലക്ഷം രൂപ അയാൾ പിന്നീട് എപ്പോഴാണോ സപ്ലയർ ഫയൽ ചെയ്യുന്നത് അതിന് മുറയ്ക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു അപകടമുള്ളത്, പഴയ വർഷത്തെയാണെങ്കിൽ സെപ്റ്റംബർ കഴിഞ്ഞാൽ കഴിയില്ല, പുതിയ നോട്ടിഫിക്കേഷൻ വരുമെന്നറിയില്ല. അപ്പോൾ തൽക്കാലം അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പുതിയ ഇൻവോയ്സുകളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ എക്സാമ്പിൾ 3ൽ നോക്കുക. എക്സാമ്പിൾ 3ൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ 67 ലക്ഷം എന്നുള്ളത് ഒന്നുകൂടി കുറഞ്ഞു, 50 ലക്ഷമായി. ഇവിടെ അത് 50 ലക്ഷമായി. ഡീലറെ സംബന്ധിച്ച് 50 ലക്ഷം മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 50 ലക്ഷം ആകുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50ൻ്റെ 10% 55 ലക്ഷം വരുന്നുള്ളൂ. 55 ലക്ഷം മാത്രമേ ഇയാൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാനായിട്ട് സെപ്റ്റംബർ വരെ ക്ലെയിം ചെയ്യാൻ വേണ്ടി അർഹതയുള്ളൂ. സെപ്റ്റംബർ വരെ. പക്ഷേ ഇയാൾ ഓൾറെഡി 72 ലക്ഷം ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. ഓഗസ്റ്റ് വരെയെങ്കിലും കഴിഞ്ഞു. അപ്പോൾ 72 ലക്ഷം ഓഗസ്റ്റ് വരെ കഴിഞ്ഞു. സെപ്റ്റംബർ വരെ 55 അർഹതയുള്ളൂ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, 55ൽ നിന്ന് 72 കുറയ്ക്കണം. 55ൽ നിന്ന് 72 കുറച്ചാൽ -17 lakhs അധികം അയാൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു സെപ്റ്റംബർ വരെയുള്ളതിൽ. ആ 17 ലക്ഷം അയാൾ സെപ്റ്റംബർ റിട്ടേണിൽ റിവേഴ്സ് ചെയ്യുകയാണ് വേണ്ടത്. സെപ്റ്റംബർ 3Bയിൽ ITC റിവേഴ്സലായിട്ട് കൊടുക്കണം. ഇതാണ് ഇതിലെ ഒരു അപകടം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്ലയറെ കുറിച്ച് ഇതാണ് ഈ റിലാക്സേഷൻ 36(4)ൻ്റെ റിലാക്സേഷൻ എന്ന് പറയുന്നത് ഇതാണ്. 36(4) ഒഴിവാക്കല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എക്സസ്, ഇപ്പോൾ മൂന്നാമത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ എക്സസ് ഉണ്ടെങ്കിൽ ആ എക്സസ് റിവേഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ ആണെങ്കിൽ ആൾ കുറച്ച് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൂ, റിവേഴ്സലൊന്നും വരുന്നില്ല. ഇവിടെ 1.7 lakhs മാത്രം എക്സസ് കുറച്ചും അതും കൂടി സെപ്റ്റംബറിൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് അത് സബ്സിക്വൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഫസ്റ്റ് കേസിൽ അയാൾക്ക് 80 ലക്ഷം തന്നെ ചെയ്യാം. കാരണം 74 ലക്ഷം അയാൾ വന്നു. അപ്പോൾ 74നെ 1.1 81.40 ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഇൻട്രസ്റ്റ് ഒന്നും അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഈ നമ്മൾ റിവേഴ്സിൽ ITC റിവേഴ്സിൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വഴി വന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ റിവേഴ്സ് ചെയ്യാം എന്നുള്ളൊരു സൗകര്യമാണ് നമ്മുടെ എക്സാമ്പിൾ 3ൽ വരിക. എക്സാമ്പിൾ 3ൽ 17 ലക്ഷം റിവേഴ്സ് ചെയ്യുമ്പോൾ 17 ലക്ഷം തന്നെ അടച്ചാൽ മതി എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോളോ അപ്പ് ആക്ഷൻ നമ്മൾ വേണം. കൃത്യമായിട്ട് ഫോളോ അപ്പ് ആക്ഷനും സപ്ലയറായിട്ട് റിയാക്ഷൻ കാണിക്കുക. അല്ലെങ്കിൽ നമ്മളെ ഇൻപുട്ട് ടാക്സ് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ആണെങ്കിൽ കൂടി സപ്ലയർ കൊണ്ട് റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അവരെ സപ്ലയറായിട്ട് റിക്കൺസ് ചെയ്തുകൊണ്ടിരിക്കുക, 2 ഇടയ്ക്കിടയ്ക്ക് റിക്കൺസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമ്മളെ ഇൻപുട്ട് ടാക്സ് നഷ്ടം വരാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും എൻ്റെ GST മലയാളം എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിലിടുക. കൂടുതൽ വീഡിയോകൾ ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനം നൽകട്ടെ. ഓക്കെ, എല്ലാവർക്കും നന്ദി.